കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച നടക്കുന്നത് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെ കുറിച്ചാണ്. ചിത്രത്തിന്റെ ഉള്ളടക്കത്തിൽ വിമർശനവുമായി സംഘപരിവാർ സംഘടനകൾ എത്തിയതിന് പിന്നാലെ സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ തന്നെ സെൻസർ ബോർഡിനെ സമീപിക്കുകയായിരുന്നു. മാറ്റങ്ങൾ വരുത്തിയ പതിപ്പ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ എത്തുമെന്നാണ് നേരത്തെ കരുതപ്പെട്ടിരുന്നത് എങ്കിലും അത് ഉണ്ടായില്ല. പുതുക്കിയ പതിപ്പ് തിയേറ്റർ പ്രദർശനത്തിന് എത്തിക്കാനുള്ള സാങ്കേതിക നടപടികൾക്ക് സമയം എടുക്കുന്നതിനാലാണ് ഇത്. തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ പ്രദർശനം തുടർച്ചയായി നടക്കുന്നതിനാൽ ഇനി ഇതിനുള്ള സാവകാശം ഉറപ്പാക്കണം. കാരണം പല തിയേറ്ററുകളിലും മാരത്തോണിലാണ് ചിത്രത്തിന്റെ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് എവിടെയാണ് ഗ്യാപ്പ്? പുതിയ പതിപ്പ് സെർവറുകളിൽ അപ്ലോഡ് ചെയ്യാൻ സമയമെടുക്കും. ഇത് തിയേറ്റർ പ്രദർശനത്തിനായി ഡൗൺലോഡ് ചെയ്യാനും സമയമെടുക്കും. കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ട് ഈ ജോലികൾ പൂർത്തിയാക്കാനാണ് നീക്കം എന്നായിരുന്നു വാർത്തകൾ. ഇന്നത്തോടുകൂടി പുതിയ പതിപ്പ് പ്രദർശനത്തിന് എത്തുമെന്നാണ് പറയുന്നതും. എന്നാൽ ഒരു പുതിയ പതിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. 27-ാം തീയതി തിയേറ്ററുകളിൽ എത്തിയ എമ്പുരാന്റെ ഒറിജിനൽ പതിപ്പിന് 17 ഇടത്താണ് വെട്ട്. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജരംഗി എന്നത് മാറ്റി ബൽരാജ് എന്നാക്കി. 18 ഇടങ്ങളിൽ പേര് മാറ്റി ഡബ് ചെയ്തു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഒഴിവാക്കി. ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച ചില ദൃശ്യങ്ങൾ മാറ്റി. NIA ലോഗോ കാണിക്കില്ല. വില്ലൻ കഥാപാത്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിക്കുന്നതായുള്ള സീനും ഒഴിവാക്കി. എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് ഇറക്കുന്നതിൽ തുടരുന്നത് അസാധാരണമായ നീക്കങ്ങളാണ്. അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ചൊവ്വാഴ്ചയോടെ സിനിമയിൽ തിരുത്തൽ വരുത്താനായിരുന്നു ആദ്യ ധാരണ. എന്നാൽ പല ഭാഗങ്ങളിൽ നിന്നും റീജിയണൽ സെൻസർ ബോർഡിനും ശക്തമായ സമ്മർദ്ദം ഉണ്ടായെന്നാണ് സൂചന. ഇതേ തുടർന്ന് അവധി ദിവസമായ ഞായറാഴ്ച തന്നെ റീ സെൻസറിംഗ് ജോലികൾ പൂർത്തിയാക്കിയായിരുന്നു. സിനിമ സെൻസറിംഗ് നടത്തിയ റീജിയണൽ ഓഫീസർക്കും സെൻസറിംഗ് അംഗങ്ങൾക്കും എതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. നടപടി വേണമെന്ന് സംഘപരിവാർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. റീ എഡിറ്റിംഗ് പതിപ്പിന് മുമ്പ് ചിത്രം കാണാനുള്ള ജനത്തിരക്ക് കഴിഞ്ഞ ദിവസവും തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈദ് പ്രമാണിച്ച് അവരുടെ ആഘോഷം എമ്പുരാനൊപ്പം തിയേറ്ററിലായിരുന്നു. ഇതാണ് ഓരോ തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചകൾ. കൂടാതെ നമ്മുടെ സംസ്ഥാനത്തെ പല പ്രമുഖരും ഈ ചിത്രത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും കഴിഞ്ഞ ദിവസം ഈ ചിത്രം കാണാൻ എത്തിയിരുന്നു. എല്ലാവരും ഈ ചിത്രത്തിന് സപ്പോർട്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും എമ്പുരാൻ എന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഈദ് പ്രമാണിച്ച് എല്ലാവരും ഈദ് ആഘോഷിക്കാൻ എമ്പുരാനൊപ്പം തിയേറ്ററിലാണ് എത്തിയതെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അതുപോലാണ് ചിത്രത്തിലെ ആൾക്കാരുടെ എണ്ണം കാണുന്നതും. കാരണം ഷോകൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇതുകൂടാതെ വർക്കിംഗ് ഡേയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഈ അവധി ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ മെയിൻ സെന്ററായ തിരുവനന്തപുരത്ത് ഐറിസ് ഫ്ലെക്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് 2:45 AM ഷോകളാണ്. അവിടെ മുതലാണ് ഷോകൾ തുടങ്ങുന്നത് എന്നാലേക്കുമ്പോൾ കൗതുകമാണ്. കൂടാതെ തൃശൂർ രാഗം 4:30 AM ഷോകളാണ് തുടങ്ങുന്നത്. ഒരു ഫാൻ ഷോ പോലെ. എന്തായാലും ടയർ 1 സെന്ററുകളിലൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ടയർ 1 മാത്രമല്ല ടയർ 3യിലുള്ള തിയേറ്ററുകളിലും 1:45 AM ഷോ നടക്കുന്നു എന്ന ഒരു കൗതുകരമായ കാര്യം കൂടി പറയുകയാണ്. എങ്ങും മോഹൻലാൽ എമ്പുരാൻ തരംഗമാണ്. മോഹൻലാലിന്റെ എമ്പുരാൻ തരംഗമാണ്. മോഹൻലാലിനും പൃഥ്വിരാജിനും മുരളീഗോപിക്കുമൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രേക്ഷകർ തന്നെയാണ് തിയേറ്ററുകളിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനും എമ്പുരാനും ഇങ്ങനെ സപ്പോർട്ട് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ അവരൊക്കെ പേടിക്കുന്നുണ്ട്. കാരണം അവർ കൈവച്ചത് ശരിക്കും അവർക്ക് കിട്ടിയേക്കാവുന്ന ഒരു വലിയ പണിക്കാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് ഓരോ സെന്ററുകളിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വേഗത്തിൽ 200 കോടി കടക്കുന്ന ചിത്രമായി എമ്പുരാൻ മാറിയെന്നുള്ള വിവരങ്ങൾ നമ്മൾ അതിശയത്തോടെയാണ് കേട്ടത്. വെറും 5 ദിവസമേ എടുത്തുള്ളൂ 200 കോടി കിട്ടാൻ. എന്നിരുന്നാലും ഒരു പ്രഡിക്ഷൻ എന്ന രീതിയിൽ മോഹൻലാലിന്റെ എമ്പുരാൻ ഒരു 320-350 കോടി വരെ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം എമ്പുരാന് ലഭിക്കാൻ പോകുന്ന ബോക്സ് ഓഫീസ് നമ്പറുകൾക്ക് വേണ്ടി. കേരളത്തിൽ 50 കോടി കഴിഞ്ഞു. കൂടാതെ വേൾഡ് വൈഡിൽ 200 കോടിയും കഴിഞ്ഞു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ചില അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി എമ്പുരാനെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം എമ്പുരാൻ എന്ന ഈ മോളിവുഡ് സിനിമ പിന്നിലാക്കിയത് സാക്ഷാൽ ഹോളിവുഡ് സിനിമകളെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ബോക്സ് ഓഫീസിൽ നിന്നും വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് അത് എടുത്തു പറയുന്നത്. കാരണം അയർലൻഡിലെ വീക്കെൻഡ് ടോപ്പ് 5 ഫിലിംസുകളുടെ പട്ടികയിൽ എമ്പുരാനാണ് ആദ്യം 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കളക്ഷൻ വൈസ്. മാർച്ച് 28 റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. എമ്പുരാൻ ടോപ്പിൽ നിൽക്കുമ്പോൾ സ്നോ വൈറ്റ് പോലുള്ള വലിയ ബജറ്റ് സിനിമകളൊക്കെയാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് എന്നതാണ് അത്ഭുതകരമായ ഒരു കാഴ്ച. ഇങ്ങനെ എമ്പുരാൻ തീർക്കുന്നത് ചില ഗംഭീര റെക്കോർഡുകളും ഗംഭീര അതിശയിപ്പിക്കുന്ന കാര്യങ്ങളുമാണ്. ഇതൊന്നും വേറൊരു ചിത്രത്തിന് മറികടക്കാനോ സ്വപ്നം കാണാനോ കഴിയുമോ എന്നതാണ് ഇപ്പോൾ അത്ഭുതകരമായി ചിന്തിക്കുന്നത്. കൂടാതെ എമ്പുരാന്റെ 5ാം ദിവസം കഴിയുമ്പോൾ 5ാം ദിവസത്തിൽ 10.57 കോടി നേടിയെന്നുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകളും ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു. 4th ഹയസ്റ്റ് സിംഗിൾ ഡേ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ചിത്രമായി എമ്പുരാൻ വീണ്ടും മാറിയിരിക്കുകയാണ്. കാരണം ടോപ്പിൽ ഒരു തവണ എത്തി, 3rd ഇപ്പോൾ എത്തി, ഇതിപ്പോൾ 4th എമ്പുരാൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ബോക്സ് ഓഫീസിൽ എമ്പുരാൻ എന്ന സിനിമ വലിയ വലിയ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ ഉണ്ടാക്കി റെക്കോർഡുകൾ സ്ഥാപിക്കുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്. കാരണം ഇതൊരു വലിയ സിനിമ, മൾട്ടി സ്റ്റാർ സിനിമ എന്നതൊക്കെ കൊണ്ടല്ലേ എന്ന രീതിയിൽ അതിന്റെ ഒരു ഡൗട്ട് പങ്കുവെച്ചുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. എന്റെ കൂട്ടുകാരെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ബിലോ ആവറേജ് റിവ്യൂ വന്ന ഒരു പടം, ആദ്യത്തെ 3 ദിവസത്തെ ഫുൾ ടിക്കറ്റ് ലാൽ ഫാൻസ് ബുക്ക് ചെയ്ത ഒരു പടം, ഫുൾ വിവാദമായ ഒരു പടം. മോഹൻലാൽ അല്ലാതെ വേറെ ഒരു നടൻ നായകനായിരുന്നേൽ വെറും 5 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 200 കോടിയും കേരള ബോക്സ് ഓഫീസിൽ 50 കോടിയും സാധ്യം ആകുമായിരുന്നു. ഒരിക്കലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഇങ്ങാർ തന്നെ അല്ലേ 2013 ആവറേജ് ടിക്കറ്റ് പ്രൈസ് വെറും 60 രൂപ വെച്ച് ദൃശ്യത്തിലൂടെ 70 കോടിയും 2016 ആവറേജ് ടിക്കറ്റ് പ്രൈസ് വെച്ച് വെറും 80 രൂപയിലൂടെ
കോടിയുടെ പുലിമുരുകൻ ആദ്യ 100 കോടിയും നമ്മളെ കാണാൻ പഠിപ്പിച്ചതും. ബോക്സ് ഓഫീസിൽ ആളിക്കത്തിക്കാൻ പെട്രോളിനേക്കാൾ വീര്യം കൂടിയ ഐറ്റമാണ് മോഹൻലാൽ എന്ന 5 അക്ഷരം. അത് കൃത്യമായി അറിയാവുന്ന രാജുവും മുരളി ഗോപിയും അത് വേണ്ട വിധത്തിൽ ഈ 2 സിനിമകളിലും അങ്ങേരെ ഉപയോഗിച്ചെന്ന് വേണം പറയാൻ. കോട്ടിട്ടാൽ ഇതിലും ലുക്കുള്ള, നിവർന്നു നിന്നാൽ ഇതിലും ഫിറ്റ് ബോഡിയുള്ള, കരിയറിന്റെ പീക്ക് ലെവലിൽ എന്ന് ഫാൻസ് പറയുന്ന അണ്ടർവേൾഡ് നായകന്മാരെ വേറെയും ഒരുപാട് കിട്ടുമായിരുന്നിട്ടും ഇതൊന്നും ഇല്ലാതെ മോഹൻലാലിനെ മാത്രം ഇവർ എന്തുകൊണ്ട് സമീപിച്ചു? ഉത്തരം സിമ്പിൾ. മറ്റാരെ വെച്ചും 180 കോടി കേരളക്കരയിൽ മുടക്കിയിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് നമ്മളെക്കാൾ നന്നായി ഗോകുലം ഗോപാലിനും പൃഥ്വിക്കും ആശീർവാദിനും മുരളി ഗോപിക്കും അറിയാമായിരുന്നു. മോഹൻലാലിന്റെ മോസ്റ്റ് ഹൈപ്പ് പടം പ്ലസ് ആവറേജ്, പോസിറ്റീവ് റിവ്യൂ, ഓൾ ടൈം ഇൻഡസ്ട്രി ഹിറ്റ്, ഇതൊക്കെ വന്നാൽ അത് തന്നെയാണ് സംഭവിക്കുക. കഴിഞ്ഞ 47 വർഷമായി മലയാള സിനിമയുടെ സമവാക്യം ഇങ്ങനെയായിരുന്നു. ഇത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു എന്നറിയുന്നതിൽ സന്തോഷം മാത്രം. കാർത്തിക് ശിവകുമാറിന്റെ വാക്കുകൾ ഇപ്പോൾ ഓരോ ആരാധകരും ഈ ദിവസം ഏറ്റെടുക്കുകയാണ്.